ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് പതുക്കെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കിടന്ന കുറേ വീഡിയോകളാണ് കേട്ടോ ഇനിയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ കേട്ടോ, വേറൊന്നുമല്ല. എനിക്ക് കുഞ്ഞിന്, ഉമ്മാക്ക്, അപ്പാക്ക് അങ്ങനെ കുറച്ച് ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞിന് എടുക്കുന്നത് പെരുമ്പാവൂർ BT ജൂനിയേഴ്സിലാട്ടോ. കുഞ്ഞിന് കൂടുതലും അവൾക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടം വന്നതെന്ന് വെച്ചാൽ കുറേയൊക്കെ മോഡൽ പാത്തുവിന് ഓൾറെഡി ഉള്ളതായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മേളിൽ കിടന്ന ഒരു ജാക്കറ്റ് മോഡലൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതേ ഈ ഒരു ടൈപ്പ് പാത്തുവിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്നൊക്കെ ഇട്ട് നോക്കി. പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പം അവിടെ വരുന്നവരെല്ലാവരും ഇത് തന്നെ സെയിം സാധനമാണ് മേടിച്ചുകൊണ്ട് വന്നത്. 2-3 പേര് മേടിച്ചുകൊണ്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ വേറൊരു ഡ്രസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ 2 ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മിച്ചിക്ക് പർദ്ദ എടുക്കണമായിരുന്നു. അപ്പോൾ പർദ്ദ അങ്ങനത്തെ സാധനങ്ങൾ, പാപ്പാക്ക് മുണ്ട്, ഷർട്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ അതായത് പർദ്ദ, മുണ്ട്, ഷർട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു പർദ്ദ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പർദ്ദ ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതുകൊണ്ട് ഒട്ടുമിക്ക വീട്ടിലും ഇപ്പോൾ എല്ലാ കളറുകളും, അതായത് എല്ലാവരും എടുക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലും ഇതേപോലെ കുറേ കളേഴ്സിലുള്ള പർദ്ദയുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമായിരുന്നു. ഇല്ലാത്ത കളറും നല്ലതും നോക്കി സെലക്ട് ചെയ്യണമല്ലോ. ലാസ്റ്റ് ഇതായി ഒരു പീച്ച് കളർ, ആ ഒരു കളറും ഉമ്മച്ചിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു പീച്ച് കളറിലെ പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1500 ആ ഒരു റേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാപ്പാക്ക് ഷർട്ടും മുണ്ടും എടുക്കുന്നതിന് പിന്നെ അധികം ഒന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വാപ്പ ചെക്കിൻ്റെ ആ ഒരു മോഡലേ ഇടുള്ളൂ. അപ്പോൾ അതും അതിന് പറ്റിയ കരയിലുള്ള ഒരു മുണ്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ സാധാരണ ഷീലോഞ്ചിലോ അല്ലെങ്കിൽ DXB അങ്ങനെയുള്ള കടയിലാണ് പോകണം. അപ്പോൾ ഇത്തവണ ഹയയിലാണ് കയറിയത്. നമ്മുടെ ഓപ്ഷൻസിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ വരും ഹയ. അപ്പോൾ അവിടുന്ന് ഇത്തവണ സൽവാറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും, പാകിസ്ഥാനി സൂട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുക്കണില്ലാന്ന് വിചാരിച്ചു. ഞാനൊരു സ്കേർട്ട്, അതായത് നമ്മുടെ ഡെനിം സ്കേർട്ടില്ലേ, അതും അതിന് പറ്റിയൊരു ടോപ്പും കൂടെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്കേർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പ് തിരയാനായിരുന്നു പാട്. ടോപ്പിന് കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയം. ഒരു ടോപ്പിനൊക്കെ 1300, 1500 ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിൽ അതിന് ചേരുന്ന ടൈപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ടോപ്പ് ഞാൻ എടുത്തായിരുന്നു. എനിക്കിതെന്താണെന്നറിയില്ല, ഇത് പെയർ ചെയ്ത് നോക്കിയപ്പോഴും എനിക്കിത് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത ആ ഒരു ടോപ്പാണ്. ഇതിന് അറൗണ്ട് 800 സംതിങ്ങോളം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടോപ്പിന്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു സ്കേർട്ടും ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ല, ആ ഒരു ടൈപ്പ് സ്കേർട്ടുമായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി, എനിക്ക് കംഫർട്ടായിട്ട് ആയിരുന്നു. അപ്പോൾ അത് കാരണം അതായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കൊണ്ട് ഡ്രസ്സ് എടുത്ത് ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.